എന്തൊരു ഷാജേട്ടാ മോതൊരു ഭയാനകം. പോലീസല്ലേ വിസിലടിച്ചോണ്ട് വന്നത്? വിസിലടിയോ? പോലീസാ? ഞാൻ കേട്ടില്ല. ഷാജേട്ടാ ആട്ടർച്ചി എന്തായി? ആട്ടർച്ചിക്ക് അവരവിടെ ഇല്ലടാ. പോയി അപ്പൊ വിളിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ഇല്ല. അതായിരിക്കും ആടിങ്ങ് നേരത്തെ പോന്നെ. ചേട്ടാ ഈ ട്രോഫി നമുക്ക് എവിടെ നീട്ടിയാണ്? നിന്നെയൊക്കെ സഹിക്കുന്നില്ലോടാ, അതിന് കർത്താവ് എനിക്ക് തന്നതാ. ഷാജേട്ടാ രാത്രി ചെങ്കതലിപ്പഴ പാത്രം കഴിക്കരുത്, ബോധം കേട്ട് ഉറങ്ങിപ്പോ. തൊലിയാ ബെസ്റ്റ്. എടാ അപ്പൊ നീ ആരാ തിന്നത്? എന്റെ ഇടി നിർത്തിക്കോ, ഇനി കൊള്ളാൻ റെഡി ആയിക്കോ. ആണ്ടെ ചെക്കിങ്. ഇങ്ങോട്ട് പാടാ വേഗം. കർത്താവേ സർവത്ത് ഷമീർ. ആര്? SI സർവത്ത് ഷമീർ. ഇയാൾക്ക് സർബത്ത് വീഴിലായിരുന്നോ പണി? നോക്കിക്കോ. ഊതടാ എടാ, വലിച്ചൂതടാ. സാറേ ഇവൻ കാലത്തെ ഫിറ്റാ. അതെന്നാ കളിയത്? അത് കളിയൊന്നുമല്ല. കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവരെ അയാളിടിച്ച് സർവത്താക്കും, എന്നിട്ട് അയാൾ അതങ്ങ് കുടിക്കും. അതാ സർവത്ത് ഷമീർ. എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ. ചേട്ടൻ ഇതുണ്ടോ? നമുക്ക് വളയ്ക്കല്ലടാ. ആ നാശം പിടിച്ച എന്റെ വായൊന്ന് പൊത്തിപ്പിടിക്കണാവേ. ചെല്ലടാ സർവത്ത് വഴിയൊന്നും തോന്നുന്നു. ഈ ആട്ടുംകാട്ടം തിന്നോ ഷാജേട്ടാ? ആട്ടുംകാട്ടം ചവച്ച കള്ളിന്റെ മണം കിട്ടില്ല. പണ്ട് ബാപ്പ ഉമ്മാനെ ഒരുപാട് ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. കർത്താവേ സുധീരന്റെ മദ്യനയം നടപ്പിലാക്കണം. എന്നതാടാ ഇത്? മഴവില്ലോ? എന്ത് മനുഷ്യനാണോ? തല ചവർപ്പുണ്ട് കേട്ടോ. ആട്ടുംകാട്ടത്തിന് പിന്നെ ഔലൂസിനുടെ രുചി ഉണ്ടാവില്ലല്ലോ. വേറെ ഉണ്ടാ? വേഗം പാടാ വരുവാ. നടപ്പ് കണ്ടിട്ട് ഇന്ന് കുലിക്ക് സർബത്താവും എനിക്ക് തോന്നണേ. എടാ ഇങ്ങോട്ട് വാടാ. അയ്യടാ, നീ കാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? എടാ ഊതടാ. സാറ് നല്ല സുന്ദരാ കേട്ടോ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. സാറേ ഈ സോമൻ പള്ളിയിൽ പോയി പിന്നെ അലിമുണ്ടാക്കി സാറേ. അവൻ വലിയ കിളി പറഞ്ഞ് നിൽക്കുക സാറേ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ ആ വഴി പോരുതെന്ന്. സാറേ ഇച്ചിരി പഠിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോ ഒറ്റയ്ക്കിരിക്കുന്ന കർത്താവിനെ കൂട്ടിരിക്കാൻ തോന്നും. That's figure of my passion of Christ. അതാണല്ലോ മതേതരവാദിയായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത്. കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാംസ പറയുന്നോടാ പന്ന കൊരങ്ങന്റെ മോനെ. സാറേ അങ്ങനെ മീമാംസ കഴിഞ്ഞു. ഇനി IPC മുന്നോട്ടിട്ടാൽ സെക്ഷൻ 307, പിന്നോട്ടിട്ടാൽ സെക്ഷൻ 308. ഏത് വേണം പറ. സാറേ പിന്നെ സാറ് പേടിച്ച് നിൽക്കുന്നതിന് ഞാൻ എന്നാത്തിനാ കൊള്ളുന്നത്? സാറ് കൊള്ളു. സാറേ
ആ സാറിനെ കാരണം എന്നാലും പോവായിരിക്കും. നോക്കട്ടെ. സെക്ഷൻ എന്താണ് നോക്കിക്കണം, വണ്ടി എടുത്തോണ്ട് പോടാ. പെട്ടെന്ന് പോടാ. സാറേ, ഒരു പെൺകൊച്ചിന് കരച്ചില്ലല്ലേ കേട്ടെ? അതല്ലോ എന്നും വാ സാറേ. എടുത്തോ. തൂണ് പോലെ നിന്നോണം. യെസ് സർ. എന്താണിത് സമീരെ? ഒരു ചേസിന് പോകുമ്പോഴെങ്കിലും നല്ല ടയർ വാങ്ങിട്ടൂടെ? Sorry, ഏ? sir. നിങ്ങളുടെ ഈ ഉത്തരവാദിത്വ കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെ പോലുള്ള പൗരന്മാരുടെ ആവേശം കെടുത്തുന്നത്. കവലയിലേക്ക് വിളിക്കും സമീരെ. എന്നെ കടിയത് കഴിക്കുന്നത്. കടി കടിയല്ലേ നോക്കട്ടെ. നല്ല കടിയാ. അതാ സീറ്റിന്റെ അടിയിൽ ഇരിക്കട്ടെ. നീ എന്തിനാ പിന്നെ കടി കഴിക്കാൻ പോകുന്നത്? തല്ലു കൊള്ളാണ്ട് പോകുന്നത് ഭാഗ്യം. എടാ കറവ് പോയാ നോക്കി. ക്ലീനാ. ആ ഇതേ മുറുക്കാനങ്ങ് ചവയ്ക്കാണ് ഷാജേട്ടൻ. ആ കാട്ടത്തിന്റെ ചൊവ്വയ്ക്കങ്ങ് പോകും. ഈ ആട്ടും കാട്ടം നിന്റെ ആര് തിന്നാറുണ്ടെന്നാ പറഞ്ഞു? ബാപ്പ നല്ലതാ, ചോറിന്റെ കൂടെ കഴിക്കും. എന്നോട് വിളിക്കുന്ന പിങ്കി ലോലന്റെ കൈ കടിച്ചപ്പോ എനിക്ക് കൃഷ്ണന്റെ വെട്ടുമ്പോൾ അവന്റെ കൈ കടിച്ച ഓർമ്മ വന്നത്. ശവത്തെ കുത്താതെ ശവമേ. ആ കഥ ഒന്നും കൂടി പറഞ്ഞോളൂ. വേറെ കുടുംബം കൂടി തകർന്ന കഥ കേൾക്കുമ്പോഴേ ഭയങ്കര രസമാണ്. അതായത് അളിയന് പുല്ലുവെട്ടുകാരിയായിട്ട് അവിഹിതമുള്ള കാര്യം ഒരു ദൃക്സാക്ഷി കേട്ടു. ഇച്ചിരി കാശ് കൊടുത്തൊക്കെ പറയാം. അതെങ്ങനെയാണ്? അവന്റെ ഭാര്യ തന്നെ ആയിരുന്നില്ല ആ ദൃക്സാക്ഷി. അന്നവള് കൊച്ചിനടുത്ത് കൈക്കൊരു കടിയും കടിച്ച ചൊറ്റ പോക്കുപോയതാ. പോയ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ ചെന്ന് വിവാഹമോചന കേസാണ് കൊടുത്തിട്ടാ അവളവളെ സ്വന്തം വീട്ടിലേക്ക് വരെ പോയത്. എത്ര വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കില്ല. ഞാൻ വിളിച്ചോക്കട്ടെ. ഞാൻ വിളിച്ചിട്ടെടുക്കില്ല, പിന്നെ നീ വിളിച്ചെടുക്കും. നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ഇതെന്നാ പരിപാടിയാ? ഇതെന്താണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത? എന്താ ഷാജേട്ടാ? കപിൽ ദേവ് ജാടെ എന്നോട് സത്യം ഹർത്താലല്ലോ. ഇതെന്താ സംഭവം? നിങ്ങൾ ആരുടെ വണ്ടിക്കകത്ത് എന്താക്കുവായിരുന്നോ മക്കളെ? ചേട്ടാ ഈ ഡോർ ഒന്ന് തുറക്കും. അതിലെന്താ കേറിക്കോ. എന്റെ പിള്ളേരെന്ന് ചെയ്തോ എന്നെങ്ങാനും തൊട്ടാ. മാറടാ ഇങ്ങോട്ട്. ഷമീരെ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ. 1 2 3 4 4.5 5.5 7. ഇന്ന് സർബത്ത് പെരുന്നാളാടാ. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ മൂവ്. എന്നാ പോവാ? എവിടെടാ വണ്ടിയിലുണ്ടായിരുന്ന പെൺപൂവ്? അയ്യോ, അത് ഈ ആടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് പെലകാലെ വെള്ളം. നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. അബദ്ധം പറ്റിയതാ സാറേ. എങ്ങനെ അബദ്ധം? ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്നതാണോടാ അബദ്ധം? അതല്ല, സാറിന്റെ മുമ്പിൽ പെട്ടത് അബദ്ധമായി എന്ന് ഓ പറയുക. അങ്ങനെ കേസും വക്കാണൊന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലാ? ഉള്ള നരനാരങ്ങ മതിയായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ അകത്തൊരു സർബത്തേടാ. ഒരു ഉപ്പ് സോഡ പറഞ്ഞാലോ? പറയണ്ട, തരും. സാറേ, ഒരു നാരങ്ങ ഫുള്ള് വീഴണോ? അടാ, ഒരു നാരങ്ങ ഫുള്ളോടയും ഉപ്പും സോഡയൊക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരും. ആട്ടെ. ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. മാ തുജെ സലാം. അഴിമതി വിരുദ്ധനും അഹിംസാവാദിയുമായ ഈ മഹാത്മാവിനെ അറിയോടാ? നിനക്കൊക്കെ ഓപ്ഷൻസ് വേണമായിരിക്കും അല്ലേ? ഇൻ ഹരിഹർ നെഹ്റു. നെഞ്ചത്ത് പൂവില്ല, ഗാന്ധി ഗാന്ധി. അറിയില്ലല്ലേ? എടാ, ഈ ഷമീർ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഒരു പട്ടി പോലും വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഒരു പട്ടി പോലും.
സംഗതി ഞാൻ അറിഞ്ഞു. ഒരു മിണ്ടാപ്രാണി ആർക്കും എന്തും ചെയ്യാന്നാണോ? ഇവന്മാരെയൊക്കെ കണ്ടാലേ അറിയാം പ്രകൃതി വിരുദ്ധത്തിന്റെ ആൾക്കാരാണെന്ന്. ഈ ആടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോടോ? സർട്ടിഫിക്കറ്റ് വേണോ? കണ്ടോ? ആനിമൽ മോളസ്റ്റേഴ്സ്, റേപ്പിസ്റ്റ്, അൽസൂയോൾ. വെറുതെ വിടില്ല ഞാൻ. ഈ മേനകയും എന്റെ സംഘടനയും ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ ഒരു മൃഗവും പീഡനത്തിനിരയാവില്ല. മിസ്റ്റർ ഷമീർ, ആടിനെ മൃഗാശുപത്രിയിലേക്ക് എടുക്കൂ. കോൾ ദ മീഡിയ. ഇവരെയും കൊണ്ടുവന്നോളൂ. ഫോട്ടോ എടുപ്പും മറ്റും വെറ്റിനറി സർജന്റെ മുന്നിൽ. ഇനി ഇവന്മാര് വെളിച്ചം കാണില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നിർവാരം കവലയിലെ എന്റെ സംഘടനാ മെമ്പർ മിസസ് ജോളി സൂസൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യമറിഞ്ഞത്. കസ്റ്റഡിയിലെടുത്തതുകൊണ്ട് പീഡകന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ സഹിക്കും. പക്ഷെ ഒരു മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ സഹിക്കില്ല. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ. ഞാൻ എന്റെ ഭാര്യയെ പോയൊന്നും മര്യാദക്ക്. മേനകെ, താൻ വിചാരിച്ച പോലെ അൺനാച്ചുറൽ ആയിട്ട് ഒന്നുമില്ല. കാലിനൊരു ചെറിയ ഉളുക്ക്, അത്രേ ഉള്ളൂ. ലെറ്റ് ദം ഗോ. താങ്ക് യു ഫോർ കമ്മിങ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ ശരി മാഡം. ഓക്കെ മാഡം. മിസ്റ്റർ ഷമീർ, നാളെ അതായത് മൺഡേ രാവിലെ ഇവരോട് കോർട്ടിൽ ഹാജരാവാൻ പറയണം. പറഞ്ഞിരിക്കും മാഡം, കൊണ്ടുവന്നിരിക്കും മാഡം. ഞാനൊരു സ്പെഷ്യൽ കേസ് ഫയൽ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവരോട് മര്യാദയ്ക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ആടിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറയണം. എന്താടോ? നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറയും. മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ യു ഗൈസ് വിൽ നോ ഹു ഐ ആം. കേട്ടല്ല, നാളെ രാവിലെ 10 മണി ഇടുക്കി സ്പെഷ്യൽ ട്രിബ്യൂണൽ. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കാര്യം പോക്ക. വീട്ടിൽ വന്ന് ഞാൻ സർബത്ത് വിഴി. പിന്നെ ആ പോയ മുതൽ ചില്ലറക്കാരിയല്ല, SP ഉമാകാന്തിന്റെ പെങ്ങളാ. നാളെ വന്നില്ലെങ്കിൽ പറിക്കാൻ നിനക്ക് അടക്ക ഉണ്ടാവൂല. മനസ്സിലായടാ? എന്റെ അടയ്ക്ക പോയി. എന്നാ സാറേ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഷാജിയേട്ടാ, ടെസ്റ്റ് കഴിഞ്ഞില്ലേ? നമുക്ക് പിങ്കിനെ കൊണ്ട് പോവാം. ബാ.